ദൈവനാമത്തിന് മഹത്വം. ഈ നല്ല പ്രഭാതത്തിൽ ദൈവവചനം നമ്മളോട് ഇങ്ങനെ ഇടപെടുകയാണ്. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. നമുക്കുള്ളവരും ഫലമില്ലാത്തവരാകാതെ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവർത്തികൾക്ക് മുമ്പരായിരിക്കാൻ പഠിക്കട്ടെ. ഈ നാളുകളിൽ ദൈവഹിതപ്രകാരം നടക്കുന്നു എന്ന് തോന്നുകയും അതിൻ പ്രകാരം പ്രശംസിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തികളും ദൈവഹിതപ്രകാരമുള്ള ഫലം പുറപ്പെടുവിക്കുന്നവരാകുന്നു എന്നുള്ള ആ ഒരു വലിയ ബോധ്യത്തിലേക്ക് മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവം ഫലം തിരയുന്നവനാകയാൽ നമ്മുടെ ആത്മീക ഫലങ്ങൾ എപ്രകാരമായിരിക്കുന്നു എന്നുള്ള ഒരു വിചിന്തനത്തിന് നാം വിധേയപ്പെടണം. പ്രതികൂല സാഹചര്യങ്ങളിൽ അത്യാവശ്യ ദൈവിക പ്രവൃത്തികൾക്ക് വിധേയപ്പെടേണ്ട സന്ദർഭങ്ങളിൽ നാം സൽപ്രവൃത്തികളിൽ നിറഞ്ഞവരും ആത്മീക ഫലത്താൽ നിറയപ്പെട്ടവരുമായി മുമ്പരായി നിൽപ്പാൻ തക്കവണ്ണം ദൈവം ഈ വചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുകയാണ്. പലപ്പോഴും ശത്രുവായവൻ അവകാശം പറയുവാൻ അടുത്തു വരുമ്പോൾ ആത്മീക ഫലമൂലാദികളാൽ നിറയപ്പെട്ടവരായി ദൈവിക ശ്രേഷ്ഠതയുടെ മുമ്പിൽ വരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുകയും അതിനായി നമ്മെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന ആ ദൈവിക സാന്നിധ്യത്തിന് മുമ്പിൽ ഈ പകൽ വിധേയപ്പെടാം. അതിനായി നമുക്കൊരുങ്ങാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിന്റെ ദാസൻ ഈ പകൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.